കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ നല്ല ടേസ്റ്റിൽ ഒരു ബീഫ് ഡ്രൈ റോസ്റ്റ് റെഡിയാക്കി എടുത്താലോ. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കുക്കറിലാണ് ഞാൻ അത് വേവിച്ചെടുക്കുന്നത്. ചിലർക്ക് മസാലയുള്ള ബീഫായിരിക്കുമല്ലോ ഇഷ്ടം, ചിലർക്ക് ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള ബീഫായിരിക്കും ഇഷ്ടം. അങ്ങനത്തെവർക്കൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ബീഫ് റെസിപ്പിയാണ് കേട്ടോ. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുക്കും. ഇങ്ങനെ ചതച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. പേസ്റ്റ് ആക്കുന്നതിലാറ് ഇങ്ങനെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ്. അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കെല്ലാം കുറഞ്ഞ അളവിലേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് മസാലകൾ ഇട്ട് കൊടുക്കരുത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കും. ഉലുവ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ അത് സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടി പിടിക്കുമെന്നുള്ള പേടിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അലുമിനിയം കുക്കറിലൊക്കെയാണ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ കുറച്ചൊരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5-6 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ബീഫ് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ബീഫിൻ്റെ കാര്യത്തിൽ. എനിക്ക് ഒരുപാട് വെന്ത ബീഫാട്ടോ ഇഷ്ടം. ബീഫ് വിസിലൊക്കെ പോയി പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം അതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുഴുവൻ ഇങ്ങനെ തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുക്കുന്നുണ്ട്. ഇരുമ്പിൻ്റെ ചട്ടിയിലായിരിക്കും കേട്ടോ ഇതുപോലത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബെസ്റ്റ്. നമുക്ക് കറക്റ്റ് ഒരു മുരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ എണ്ണ എടുക്കാം കേട്ടോ, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ തീ നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ തീയിലിട്ട് കൊടുക്കുക, കരിഞ്ഞു പോകരുത്. 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാക്കൊത്താണ് കേട്ടോ. അപ്പോൾ അത് കരിയാതെ വേണം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. തീ വേണമെങ്കിൽ ഓഫാക്കിയിട്ടിട്ട് വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ മുളക് പൊടി ഇടുന്ന സമയത്ത്. പിന്നെ തേങ്ങാക്കൊത്ത് കൂടെ ആകുമ്പോൾ ഈ ഒരു ബീഫിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. തേങ്ങാക്കൊത്ത് കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് റോസ്റ്റ് ചെയ്യുമൊന്നും വേണ്ട കേട്ടോ. അതിലേക്ക് അതിന് ശേഷം ഈ ഒരു ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഇതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വേവിച്ചെടുക്കണം. വേവിക്കല്ല, വെന്ത ബീഫാണ്. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടി പിടിക്കരുത്. ചെറിയ തീയിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. ഈ ഒരു റെഡ് കളറിൽ നിന്ന് കുറച്ചൊരു ഡാർക്ക് കളറായിട്ട് വരുന്നവരെ നമുക്കിത് ചെയ്തെടുക്കാം. എന്നാലും നല്ല ഡ്രൈ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിലാവുമ്പോൾ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ചൂടാക്കുന്നതിനനുസരിച്ച് ഇരുമ്പ് ചട്ടിയിൽ കിടക്കും തോറും അത് ഡാർക്ക് കളറായിട്ട് അങ്ങ് വരും കേട്ടോ. ലാസ്റ്റ് കുറച്ചുകൂടെ കറിവേപ്പില ഒന്ന് ചേർത്തിട്ട് ഞാൻ വാങ്ങി വെക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഒരു തവണയെങ്കിലും. നല്ല ടേസ്റ്റിയാണ് ഈ ബീഫ് ഡ്രൈ റോസ്റ്റ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് പോകുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്